ഹലോ ഓൾ, എൻ്റെ പേര് നജാസ് അമാൻ. ഞാൻ ഇവിടെ ബ്രില്യൻറ്റ് കോഴിക്കോട് ക്യാമ്പസിലാണ് പഠിച്ചത്. റിപ്പീറ്ററാണ്. എൻ്റെ നീറ്റ് സ്കോർ ഇപ്പോൾ 695 ആണ്. റാങ്ക് 2124. ഈ ഒരു സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മോഡൽ എക്സാമിന്റെ ടൈമിലൊക്കെ ഏകദേശം ഒരു 680, 690 ആ ഒരു റേഞ്ചിലായിരുന്നു മാർക്ക് വന്നിരുന്നത്. പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു നല്ല സ്കോർ കിട്ടുമെന്ന്. എക്സാം എഴുതി കഴിഞ്ഞപ്പോഴും ഒരു ബ്രില്യൻറ്റിന്റെ അതേ ലെവലിലുള്ള എക്സാം ഒക്കെ ആയിരുന്നു. അപ്പം എക്സാം എഴുതി പുറത്തു വന്നപ്പോഴും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ 695 എന്നുള്ള സ്കോർ കിട്ടി. അതിൽ ഭയങ്കര സന്തോഷം. ഞാൻ +1, +2 പഠിച്ചത് ഇവിടെ റഹ്മാനിയയിലായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൽ റിപ്പീറ്ററാണ്. ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തത് ആദ്യം 2 മാസം പാലയിൽ നിന്നിട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പം ഹോം സിക്നെസ് ഒക്കെ ആയി. 2 മാസം കഷ്ടിച്ച് നിന്നു. പിന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ പിന്നെ ഓൺലൈനിലായിരുന്നു, ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ കോഴ്സിലായിരുന്നു. അങ്ങനെ പിന്നെ ഓൺലൈനിൽ ഒരു 2-3 മാസമൊക്കെ നല്ല രീതിയിൽ പോയി, ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പോയി. പക്ഷെ അങ്ങോട്ട് ഉഴപ്പി. ക്ലാസ്സസ് ഒക്കെ പെൻഡിങ് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത ടൈമിൽ സ്കോർ 420 റേഞ്ചിലായിരുന്നു. അപ്പോൾ ഭയങ്കര ഡെസ്പായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അപ്പം ഒബ്വിയസ്ലി എല്ലാവരെയും ചോദ്യം ഉണ്ടാവും ഇനി എന്ത് എന്നുള്ളത്. അങ്ങനെ ഫുള്ള് ഡെസ്പായിരിക്കുന്ന സമയത്താണ് ഉമ്മ എന്നോട് ചോദിക്കുന്നത്, ഞാൻ എൻ്റെ 100% കൊടുത്തായിരുന്നു ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ ചെയ്തെന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, എൻ്റെ ഫുൾ 100% ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, എന്നാ പിന്നെ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ കോഴിക്കോട് തന്നെ കിട്ടി. അങ്ങനെ പോയി. പിന്നെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കാനാണ് എല്ലാ ദിവസവും നോക്കിയത്. പിന്നെ വീക്ക്ലി എക്സാംസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. വീക്കെൻഡ് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനാണ് നോക്കിയത്. കാരണം ക്ലാസ്സിന്റെ ഇടയിൽ അത് പഠിച്ചു പോവുകയും വീക്ക് ഡേയ്സിൽ അത് റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ വീക്കെൻഡ്സ് വരുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. ആ വീക്ക്ലി എക്സാമിന്റെ ടോപ്പിക് എന്താണ്. അങ്ങനെ എനിക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയി തോന്നിയത് മോഡൽ എക്സാമിന്റെ ടൈമിൽ ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിരുന്നു. അത് കുറച്ചുകൂടി നേരത്തെ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയത് മോഡൽ എക്സാമിന്റെ ഇടയിലാണ്. കുറച്ചുകൂടി നേരത്തെ ഉണ്ടാക്കിയെങ്കിൽ അത് ആ ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്ത് കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കുന്നുള്ള ഒരിതുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ബയോളജിയാണ്. കാരണം ബയോളജി MBBS പഠിക്കുന്ന എല്ലാവർക്കും ഒരുവിധം ബയോളജിനോടായിരിക്കുമല്ലോ കൂടുതൽ താല്പര്യം. അങ്ങനെ ബയോളജി എന്ന് പറയുമ്പോൾ കൂടുതൽ ഒരുവിധം NCERT വേർഡ് ടു വേർഡ് ഫോളോ ചെയ്ത് പഠിക്കണം, അങ്ങനെ ആയിരിക്കും എല്ലാവരും പറയാം. കാരണം പക്ഷെ ഞാൻ പഠിച്ചത് അത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമ്മൾക്ക് അത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ കൂടുതലും അങ്ങനെ പഠിക്കാനാണ് ശ്രമിച്ചത്. മനസ്സിലാക്കി ഓരോ സാധനവും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയാൽ അത്രയും നല്ലതായിരിക്കും ബയോളജി. ചെറുപ്പം തൊട്ടുള്ള ആംബിഷൻ ആയിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത്. പക്ഷേ പിന്നെ കുറച്ചുകൂടി വലുതായപ്പോൾ പിന്നെ ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫഷനാണ്, അല്ലെങ്കിൽ എത്രക്ക് സീരിയസ് ആയിട്ടുള്ള പ്രൊഫഷനാണ്, എത്രക്ക് ഡെഡിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കിയ പിന്നെ എനിക്ക് തോന്നി എന്നെ കൊണ്ട് ഇത് പറ്റൂല. അപ്പോൾ പിന്നെ എൻ്റെ ഫുൾ മോട്ടിവേഷൻ എനിക്ക് തന്നത് എൻ്റെ പാരൻസ് ആണ്. അവർ പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ പിന്നെ ട്രൈ ചെയ്തു, റിപ്പീറ്റ് ചെയ്ത് എനിക്കിപ്പോൾ കിട്ടി. അതിൽ ഭയങ്കര സന്തോഷം. ബ്രില്യൻറ്റിലെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ജോർജ് സാറെ പറ്റിയാണ് ആദ്യം പറയാൻ തോന്നുക. കാരണം സാറിന്റെ ഓരോ പ്രാവശ്യം സാർ വരുമ്പോൾ തരുന്ന മോട്ടിവേഷൻ, സാറിന്റെ വാക്കുകൾ, അതാണ് എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്നത് തന്നെ. ഇപ്പൊ മാർക്ക് കുറഞ്ഞ ഒരു വീക്ക്ലി എക്സാമിൽ മാർക്ക് കുറഞ്ഞ് ഡൗൺ ആയി നിൽക്കുമ്പോഴും സാറ് വന്ന് ഒരു സാറിന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ഇരുന്നാൽ മതി. പിന്നെ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടും, നമ്മളെ കൊണ്ട് ഇത് പറ്റുന്നുള്ളത്. പിന്നെ കോർഡിനേറ്റർ കോഴിക്കോട് നമ്മളെ കോർഡിനേറ്റർ ജോർജ് സാർ ആണെങ്കിലും സാറിന്റെ മോട്ടിവേഷനും എല്ലാ ആഴ്ചയും വന്ന് വീക്ക്ലി എക്സാമിന്റെ ടൈമിലൊക്കെ വന്ന് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവുമല്ലോ, നമുക്ക് കിട്ടുമോ കിട്ടൂലേ, ഈ പ്രാവശ്യം മാർക്ക് കുറവാണ്. ആ ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനൊന്നും തോന്നൂല. പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നും തലയിൽ കയറാത്ത ഒരവസ്ഥയിലായിരിക്കും.
അപ്പൊ ആ ഒരു അൺസർട്ടനിറ്റി നമ്മളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനാണ് മാക്സിമം ട്രൈ ചെയ്യേണ്ടത്. നമ്മളെ കൊണ്ട് പറ്റുന്നുള്ള വിശ്വാസത്തിൽ തന്നെ പഠിക്കുക. പിന്നെ ബ്രില്യൻറ്റത്തെ ലൈബ്രറി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ അവിടെ നിന്നാണ് ബുക്കൊക്കെ എടുത്തത്. അവിടുത്തെ ബുക്ക് വെച്ചാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തതും. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ അമൃത മിസ്സും നമ്മളെ കൂടെ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഹോസ്റ്റൽ വാർഡനും മിസ് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു കണക്ഷൻ ഉണ്ട് മിസ്സായിട്ട്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഹോസ്റ്റലാണെങ്കിലും പഠനത്തിന്റെ ആണെങ്കിലും മിസ്സ് കൂടെ തന്നെ ഉണ്ടാവേണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റൽ വാർഡൻ വിനിത മിസ്സും ഉണ്ടായിരുന്നു. മിസ്സും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും നമ്മൾ വീട്ടിൽ നിൽക്കുന്ന അതേ ഒരു അന്തരീക്ഷം തന്നെയാണ്. അവിടുത്തെ ചേച്ചിമാരാണെങ്കിലും ഒക്കെ നമ്മളെ സ്വന്തം മക്കളെ പോലാണ് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പാലയിലായിരുന്നു. അവിടെ ഹോം സിക്നെസ് ആയ കാരണമാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് ഓൺലൈനിലേക്കൊന്നും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ കോഴിക്കോട് ചേർന്നപ്പോൾ പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സും എല്ലാവരും ആയി. പിന്നെ അവരുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വീട്ടിൽ നിൽക്കുന്ന അതേ ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഹോസ്റ്റൽ ആണെങ്കിലും. പിന്നെ ഹോസ്റ്റലിലും ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, അതും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഡ്രീം ക്യാമ്പസ് എന്ന് പറയുന്നത് ഇവിടെ കോഴിക്കോട് തന്നെയാണ്. അവിടെ തന്നെ കിട്ടണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഇപ്പം ബോർഡർ ലൈനിലാണ് മാർക്കുള്ളത്. അപ്പൊ കിട്ടുമല്ലേ എന്നറിയില്ല. അവിടെ കിട്ടിയാൽ അത്രയും സന്തോഷം. പിന്നെ ഈ മാർക്ക് എക്സാം എഴുതി അന്ന് തന്നെ ബ്രില്യൻറ്റിന്റെ ആൻസർ കീ വന്നല്ലോ. അപ്പൊ അന്ന് രാത്രി തന്നെ ചെക്ക് ചെയ്യാൻ ഭയങ്കര പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മനോടോ ഉപ്പനോടോ ഒന്ന് ചെക്ക് ചെയ്യുക. പോലെ പറഞ്ഞു എന്നോട് തന്നെ ചെക്ക് ചെയ്തോളാൻ. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ആദ്യം വന്ന മാർക്ക് 700 ആയിരുന്നു. പിന്നെ സുപ്രീം കോർട്ടിൽ നിന്ന് വിധി വന്നപ്പോഴാണ് 695 പോയത്. അപ്പൊ ആ മാർക്ക് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാരും കരഞ്ഞു സന്തോഷം കൊണ്ട്. ബ്രില്യന്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ബ്രില്യന്റിന്റെ റിസൾട്ട്സ് തന്നെയാണ്. എല്ലാ വർഷവും ബ്രില്യന്റിൽ ഉണ്ടാകുന്ന റിസൾട്ട്സ് നമ്മൾ തന്നെ കാണുന്നതാണ്. പിന്നെ ബ്രില്യന്റിന്റെ ഫാക്കൽറ്റി അടിപൊളിയാണ്. ടീച്ചേഴ്സ് എല്ലാവരും ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്, നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെ ബ്രില്യന്റിന്റെ ലേണിംഗ് ആപ്പ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ നമുക്ക് ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു സാറെ പേസിനനുസരിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിലും ഹോസ്റ്റലിൽ വന്നിട്ടാണെങ്കിലും ലേണിംഗ് ആപ്പ് വെച്ച് അതിലുള്ള ക്ലാസ്സസ് കണ്ട് ഞാൻ ആ ടോപ്പിക്ക് നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യാനും അത് കൂടുതലൊന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ഇനി വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ബ്രില്യന്റിൽ വന്ന് ചേരുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, നമുക്ക് കിട്ടും. പക്ഷെ അവിടെ ചേർന്നോണ്ട് മാത്രം കിട്ടണമെന്ന് വാശി പിടിച്ചിരിക്കരുത്. നമ്മളെ സ്വന്തം എഫേർട്ടും അതിൽ എന്തായാലും ആവശ്യമുണ്ട്. ബ്രില്യന്റിന്റെ മോഡൽ എക്സാംസ് ആണെങ്കിലും ടൈം ടേബിൾ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ മാതിരി ഫോളോ ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മളെ റൈറ്റ് ട്രാക്കിലേക്ക് അതെന്തായാലും എത്തിക്കും. പക്ഷെ നമ്മൾ സ്വന്തം എഫേർട്ട് ഇട്ടാലേ നമുക്ക് വേണ്ടി ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.